ഒരു മനുഷ്യനെ കൂട്ടത്തോടെ ഒരു 30 യൂട്യൂബേഴ്സാണ് ഇടുന്നത്. എന്തിനാണ് ഒരു മനുഷ്യനെ ഇത്രമാത്രം ഇത് പിച്ചി ചീന്താൻ എന്ത് പാപം ചെയ്തു നിങ്ങളോട് ഞാൻ? കഥയറിയാതെ ദൈവത്തെ ഓർത്ത് പറയരുത്. യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് എൻ്റെ ഓപ്പോസിറ്റ് വന്ന പലർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അറിയാൻ മേലാത്തവർ കുറച്ച് ഒരു ചാനലിൽ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സ്ലോ മോഷൻ ഷോർട്സും കാണിച്ച് എന്നെ ചിത്രീകരിക്കുമ്പോൾ ഞാനിപ്പോഴും പറയാൻ ഞാൻ അങ്ങനെ ഒരു സ്ത്രീ അല്ല. എൻ്റെ ലൈഫ് വേറെയാണ്. എന്നെ അറിയാതെ ആരും ഒന്നും പറയണ്ട. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ച് പോയിക്കോട്ടെ. ഞാനിത് എല്ലാ യൂട്യൂബേഴ്സിൻ്റെ അടുത്തും പറയാണ്, നിങ്ങൾ എന്നെക്കുറിച്ച് നല്ലതും ഇടണ്ട, നിങ്ങൾ എന്നെക്കുറിച്ച് ചീത്തയും പറയണ്ട. ഞാൻ ജീവിച്ച് പോയിക്കോട്ടെ. ഇനി ഞാൻ കല്യാണം കഴിക്കൂ കഴിക്കാതിരിക്കൂ ഇതെല്ലാം എൻ്റെ മാത്രമായിട്ടുള്ള പേഴ്സണൽ കാര്യമാണ്. നിങ്ങൾ യൂട്യൂബേഴ്സ് പൈസ ഉണ്ടാക്കാനാണെങ്കിൽ ചെയ്തോളൂ, സന്തോഷമുണ്ട്. എല്ലാ കുടുംബങ്ങളും നന്നായി ജീവിക്കണം. പക്ഷേ ഞങ്ങളെപ്പോലുള്ളവരെയും സാധാരണക്കാരെയും വലിച്ചു കയറി പേസ്റ്റാക്കിയിട്ട് നിങ്ങൾ 1 രൂപ ഉണ്ടാക്കല്ലേ. ഒരുപാട് പേരുടെ പ്രാക്കുകൾ അതിലുണ്ടാവും. നിങ്ങളത് മനസ്സിലാക്കണം. കാരണം ഇവർ തരുന്ന തംബ്നെയിൽസ് എന്ന് പറഞ്ഞാൽ, ഞാൻ ചോദിക്കട്ടെ, എൻ്റെ മകൻ 9ൽ പഠിക്കുന്നു, ഇൻസ്റ്റ എടുത്ത് സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ പിള്ളേരിരുന്ന് പറയാണ് തുണി മാറുന്നത് പോലെ ഭർത്താക്കന്മാർ മാറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരോട്, നിങ്ങൾക്ക് നാളെ മക്കളുണ്ടാകത്തില്ലേ പിള്ളേരെ? നിങ്ങളൊരു അമ്മയുടെ വയറ്റിൽ നിന്ന് തന്നെയല്ലേ ഉണ്ടായി വന്നത്? എന്ത് പറഞ്ഞാലും കുറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. വന്ന് നിന്നു, സംസാരിക്കുന്നു, ലിപ്സ്റ്റിക് ഇട്ടേക്കുന്നു, ഫേസിൽ മേക്കപ്പ്, ഒരു സാധനം ഇട്ടിട്ടില്ല. നിങ്ങൾ കണ്ടോളൂ. കാരണം ഇതൊക്കെ നിങ്ങൾ പറയുമ്പോണ്ടല്ലോ മാനസികമായി ഉണ്ടാകുന്ന വേദനകൾ ക്രൂരമായ രീതിയിലാണ്.